ലോകത്തിന്റെ 5 വൻകരകളിൽ മലയാള ഭാഷ അറിയാവുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവചനത്തിനും ദൈവവചന ധ്യാനത്തിനും സുവിശേഷം കേൾക്കുവാനും പ്രയോറിറ്റി നൽകുന്ന മനസ്സുള്ളവർ, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് അതിന്റെ നന്മയെ അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവർക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ പ്രാർത്ഥനയോടെ അറിയിക്കട്ടെ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത് കുടുംബങ്ങളാണ്. കുടുംബങ്ങൾ, മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയ കംപ്ലൈന്റുകൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ അഭിഷിക്തന്മാരായ ദേവദാസന്മാർക്കും ചർച്ചകളിൽ അല്ലെങ്കിൽ പുരോഹിതന്മാരോട് കൗൺസിലർ സെന്ററുകളിൽ കൗൺസിലേഴ്സിന്റെ മുമ്പില് ഡിപ്രഷനായിട്ട്, മാനസിക പ്രശ്നങ്ങളായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന മാതാപിതാക്കൾ. എന്റെ മോന് ഒരു കൗൺസിലറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് അതുകൂടാതെ അനേക സ്നേഹിതർ, കൗൺസിലേഴ്സ് സ്നേഹിതരുണ്ട്. പലരിൽ നിന്നും കേട്ടറിഞ്ഞതും ഞാൻ വായിച്ചതും പഠിച്ചതും എന്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പറയാം. മക്കളെ കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവരങ്ങനെ സിവിയറായ ഒരു പ്രശ്നത്തിലേക്ക് ആകുന്നതിന് മുമ്പ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കുടുംബം മാതൃകാപരമായിട്ട്, മക്കൾക്ക് മാതൃകാപരമായിട്ടാണോ പിതാവ്, മാതാവ്, നിങ്ങളുടെ വീട്ടിലെ പരസ്പര സംസാരങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളോടുള്ള പെരുമാറ്റങ്ങൾ, പിതാവിന്റെ ഫോൺ സംഭാഷണങ്ങൾ, മാതാവിന്റെ ഫോൺ സംഭാഷണങ്ങൾ, ഇതെല്ലാം വളരെ ചെറുപ്പത്തിൽ 4 or 5 വയസ്സുള്ളപ്പോൾ മുതൽ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മാതാപിതാക്കൾ അറിയാതെ പോകരുത്. ഒരുപക്ഷെ എന്റെ ഈ പ്രസംഗം 100% കുടുംബങ്ങളെ ഒരുപോലെ ബാധിക്കപ്പെടണമെന്നില്ല. പക്ഷെ ഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളെ വളരെ ശക്തമായി ബാധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടി പറയുന്നത്. മാതൃകയില്ലാത്ത മാതാപിതാക്കൾ, പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ, ആരാധനയ്ക്കും ദൈവത്തിനും മുൻഗണന കൊടുക്കാത്ത മാതാപിതാക്കൾ, വളരെ ചെറിയ പ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവരറിയുന്നില്ല. പക്ഷെ അവരുടെ കൗമാരം കഴിഞ്ഞ് അവർ യൗവനത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ദൈവദാസന്മാരുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നു, ദൈവവചനത്തോടുള്ള അവരുടെ ആർത്തി നഷ്ടപ്പെടുന്നു, പ്രീതി നഷ്ടപ്പെടുന്നു. ദൈവവചനം ധ്യാനിക്കുവാൻ അവർക്ക് സമയമില്ല. അവർ ഫുൾ ടൈം ഫോണിലാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ്, അല്ലെങ്കിൽ ഐപാഡിലാണ് അവര്, അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ അവര് TV പ്രോഗ്രാമുകളിലാണ്. എന്റർടൈൻമെന്റ്സ് ആണ് അവർക്ക് ഇഷ്ടം. അവർക്ക് ബോഡി റിഫ്രഷ്മെന്റുകൾ വേണം. ഇതൊരു വല്ലാത്ത അധപ്പതനത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിന് മാനസിക രോഗ ആശുപത്രികളും കൗൺസിലിംഗ് സെന്ററുകളും ചർച്ചുകളും പ്രാർത്ഥനാലയങ്ങളും ഒക്കെ ഇതിനൊരു ഡെലിവറൻസ് സെന്ററുകളാണ്. എങ്കിലും ഇതിനെല്ലാം മുമ്പ് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി സ്നേഹത്തോടെ കൈകൂപ്പി പറയട്ടെ, നമ്മുടെ എല്ലാ വീടുകൾ നമ്മുടെ തലമുറയ്ക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്കും മാതൃകയായി മാറണം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. ഞാന് ചിന്തനീയമാണ്, അപ്പോൾ തന്നെ ചിലപ്പോൾ ചിരിക്കാനും കൂടെ തോന്നുന്നതാകാം. ഒരു ഉദാഹരണം അനേക പ്രസംഗ വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊവിഷണറി ഷോപ്പ് നടത്തുന്ന അപ്പൻ, പലചരക്കട എന്ന് നമ്മൾ പറയും. പണ്ട് കാലത്താണ്, ഇപ്പോഴല്ല. ഇന്നാണ് മാർജിൻ ഫ്രീ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉള്ള. അന്ന് പ്രൊവിഷണറി ഷോപ്പുകളാണ്. രാത്രി 8 മണിയാകുമ്പോൾ പിതാവ് കട അടച്ചു വരും.
10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന 11ലോ മറ്റോ പഠിക്കുന്ന ഒരു മകനുണ്ട്. അപ്പോൾ തന്നെ 6ലോ 7ലോ പഠിക്കുന്ന ഒരു മകളുണ്ട്, അമ്മയുണ്ട്. അപ്പൻ വരുന്നതിന് മുമ്പ് അമ്മ മക്കളെ വിളിച്ച് വൈകുന്നേരം പ്രാർത്ഥനയ്ക്കിരിക്കും. അവരുടെ പ്രാർത്ഥനാ പുസ്തകം എടുത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ അമ്മ ചൊല്ലും, മക്കളത് ഏറ്റു പറയും. അവസാന വിശ്വാസ പ്രമാണം ഒരുമിച്ച് പറയും. സർവശക്തിയും മഹാകരുണ്യമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴിയിൽ തെറ്റിത്തിരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ എല്ലാം പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവെ പറഞ്ഞ് അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന അവർക്ക് വൈകിട്ട് വീട്ടിലുണ്ട്. അമ്മയും മകളും കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 11ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മകൻ അവരുടെ ഇടയിൽ നിന്ന് പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. അവരുടെ വീടിന്റെ മുറ്റത്ത് ഒരു തെങ്ങ് കള്ളുഷാപ്പുകാർക്ക് ചെത്താൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു കുടം വെച്ചിട്ടുണ്ട്. അവന്റെ ഒരു പതിവ് പദ്ധതിയാണ് ഈ കള്ളെടുക്കാൻ വരുന്നവരോടൊക്കെ ശകലം മേടിച്ചവൻ കഴിക്കും. അതവൻ കണ്ടുപഠിച്ചത് അവന്റെ അപ്പൻ അങ്ങനെ കഴിക്കും. ഷാപ്പിലും പോയി കഴിക്കും. ഇവൻ ആ തെങ്ങിലേക്ക് കയറി. തെങ്ങിൽ നിന്ന് കള്ളെടുക്കാൻ വേണ്ടി മുകളിലോട്ട് കയറിയ മകൻ ഞെട്ടിപ്പോയി. മുകളിൽ നിന്ന് തെങ്ങേന്ന് അപ്പൻ താഴോട്ട് ഇറങ്ങി വരിക. കാരണം അപ്പൻ അന്ന് ഇച്ചിരി നേരത്തെ വന്നപ്പോൾ മക്കള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞ അപ്പൻ തെങ്ങയിലോട്ട് കയറിയെന്നാണ് ഈ സംഭവ കഥയ്ക്കകത്തെ വിഷയം. അപ്പൊ ഇറങ്ങി വരുന്ന അപ്പൻ തെങ്ങിലോട്ട് കയറി വരുന്ന മകനോട് ചോദിച്ചെന്നാണ് ഈ കഥയ്ക്കകത്ത് പറയുന്നത്, എവിടെ പോവാടാന്ന്. അങ്ങനെ മകൻ പറഞ്ഞ അപ്പനോട്, അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് അപ്പൻ മുകളിലോട്ട് കയറി പോകുന്ന കണ്ടത്. സ്തുതി തരാൻ വന്നതാണ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞതിനകത്തൊരു ചിന്തയുണ്ട്. അപ്പോൾ തന്നെ അല്പം ചിരിക്കാനും കാണുമെന്ന് പറഞ്ഞത്. മാതൃകയില്ലാത്ത ആ പിതാവ് ആ മകനോട് എന്തു പറഞ്ഞ് ഉപദേശിക്കണം? കാരണം അദ്ദേഹം ഷാപ്പിൽ പോകാറുണ്ട്, അദ്ദേഹം കള്ളു കുടിക്കാറുണ്ട്, അദ്ദേഹം വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് കുടിക്കും. ഇതൊന്നും പോരാഞ്ഞിട്ട് മുറ്റത്തെ തെങ്ങ് ചെത്താനും കൊടുത്തിരിക്കുക. ആ കല്ലെടുക്കാൻ ഷാപ്പിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അപ്പൻ അവരോടും വാങ്ങി അല്പം കുടിക്കാറുണ്ട്. ഇതെല്ലാം വളരെ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ആ മകൻ അവന്റെ 11ാം ക്ലാസ്സിൽ അവൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായി മാറി കള്ള്. ഇനി അവന്റെ വളർച്ചയിൽ, അവന്റെ ഭാവിയിൽ, അവന്റെ കുടുംബജീവിതവും അവൻ മുൻപോട്ട് വരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയായി തീരുമെന്ന് നമുക്കറിയില്ല. ഇതൊരു ഉദാഹരണമായിരിക്കാം. ഞാൻ എന്റെ കൊച്ചു മെസ്സേജ് അവസാനിപ്പിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. എന്നെ കേൾക്കുന്ന സകല മാതാപിതാക്കൾ പറയണം, മക്കൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി മാനസിക ഒരു ആശുപത്രികളിലും കൗൺസിലിംഗ് സെന്ററുകളിലും അവരെ കൊണ്ടുചെന്ന് എന്റെ മോൻ ഇങ്ങനെയാണ്, അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അവനൊരു കൗൺസിലിംഗ് ആവശ്യമാണ്, ഒരു ചികിത്സ ആവശ്യമാണ് എന്ന് പറയുന്നതിന് മുമ്പ് the family should be a little heaven in the society. നമ്മുടെ കുടുംബങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിലെ ഒരു കുട്ടി സ്വർഗമായി മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അതിൽ വളരുന്ന അനുഗ്രഹീതരായ ഏഞ്ചൽസ് അല്ലെങ്കിൽ ദൈവദൂതന്മാരെ പോലെ ആ അനുഭവത്തിൽ, ആ വീടിന്റെ, ആ കുട്ടി സ്വർഗത്തിന്റെ അനുഭവത്തിൽ വളരട്ടെ. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, സകല മാതാപിതാക്കളെയും ആഹ്വാനം ചെയ്യുന്നു. മക്കളെ കുറ്റം പറയുന്നവർ മാത്രമായി തീരാതെ മക്കൾക്ക് മാതൃകയുള്ളവരും കൂടെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ. എല്ലാ കുടുംബങ്ങളും കർത്താവിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനാ ജീവിതമുള്ള കുടുംബങ്ങളാകട്ടെ. God bless you. God bless you. God bless you.